ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് EET 305 സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൻ്റെ 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ പാർട്ട് ബി സൊല്യൂഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മൊഡ്യൂൾ 1 ആണ് ടോപ്പിക്ക്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് നോൺ ലീനിയർ സിസ്റ്റംസ്. അതായത് എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോൺ ലീനിയർ സിസ്റ്റംസ് ആൻഡ് ദെയർ പ്രോപ്പർട്ടീസ്, അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ടൈപ്സ് ഓഫ് നോൺ ലീനിയർ സിസ്റ്റം എന്തൊക്കെയാണ്? ഫസ്റ്റ്, സാച്ചുറേഷൻ. എന്താണ് സാച്ചുറേഷൻ എന്ന് പറയുന്നത്? സാച്ചുറേഷൻ എന്ന് പറയുന്ന നോൺ ലീനിയാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഗ്രാഫ് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. അതായത് ആ നോൺ ലീനിയാരിറ്റി ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക റീജിയനിലെ ഇൻപുട്ടും ഔട്ട്പുട്ടും ലീനിയർ ആയിരിക്കും. അത് കഴിഞ്ഞാൽ ഒരു റേഞ്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഫോർ എവരി ഇൻപുട്ട്. പോസിറ്റീവ് സൈഡിലും നെഗറ്റീവ് സൈഡിലും അതങ്ങനെ തന്നെ. ഇത്രയും റീജിയനിൽ അത് ലീനിയർ ആണ്. ആ ലീനിയാരിറ്റി റീജിയൻ കഴിഞ്ഞാൽ ഔട്ട്പുട്ട് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഫോർ എവരി ഇൻപുട്ട്. അതാണ് സാച്ചുറേഷൻ ടൈപ്പ് ഓഫ് നോൺ ലീനിയാരിറ്റി. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് നോൺ ലീനിയാരിറ്റി ആണ് ഡെഡ് സോൺ. ഡെഡ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡെഡ് സോൺ എന്ന് പറഞ്ഞാൽ ഡെഡ് സോൺ എന്ന് പറയുന്ന റീജിയനിൽ ഔട്ട്പുട്ട് ഉണ്ടാവില്ല. അതായത് മെനി ഫിസിക്കൽ ഡിവൈസസ് ഡു നോട്ട് റെസ്പോണ്ട് ടു സ്മോൾ സിഗ്നൽസ്. ദാറ്റ് ഈസ്, ഇഫ് ദ ഇൻപുട്ട് ആംപ്ലിറ്റ്യൂഡ് ഈസ് ലെസ് ദാൻ സം സ്മോൾ വാല്യൂ ദർ വിൽ ബി നോ ഔട്ട്പുട്ട്. നോ ഔട്ട്പുട്ട്. ഈ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാക്കാം. ഈ ഒരു റീജിയനിലെ ഔട്ട്പുട്ട് 0 ആണ്. അതായത് ചില ഫിസിക്കൽ സിസ്റ്റത്തിന് ചെറിയ സ്മോൾ സിഗ്നൽസിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല, അവിടെ ഔട്ട്പുട്ട് ഒന്നും ഉണ്ടാകുന്നില്ല. ആ റീജിയനാണ് ഡെഡ് സോൺ. അങ്ങനെയുള്ള നോൺ ലീനിയാരിറ്റിനെ പറയുന്നതാണ് ഡെഡ് സോൺ നോൺ ലീനിയാരിറ്റി. ഇനി ഡെഡ് സോൺ വിത്ത് സാച്ചുറേഷൻ നോൺ ലീനിയാരിറ്റി. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത സാച്ചുറേഷൻ നോൺ ലീനിയാരിറ്റിയുടെയും ഡെഡ് സോൺ നോൺ ലീനിയാരിറ്റിയുടെയും കോമ്പിനേഷനാണ്. അതിന് ഡെഡ് സോൺ റീജിയനും ഉണ്ടായിരിക്കും, പിന്നെ ഒരു കോൺസ്റ്റൻറ്റ് റീജിയനും ഉണ്ടായിരിക്കും, ലീനിയർ ആയിട്ടുള്ള റീജിയനും ഉണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് ഇൻപുട്ട് വാല്യൂസിൽ ഔട്ട്പുട്ട് ഒന്നും ഉണ്ടാവില്ല, പിന്നെ അത് ലീനിയറായി പോവും, പിന്നെ അത് കോൺസ്റ്റൻ്റ് ആവും. അത് തന്നെയാണ് ഈ നെഗറ്റീവ് സൈഡിലും വരുന്നത്. ഇതാണ് ഡെഡ് സോൺ വിത്ത് സാച്ചുറേഷൻ നോൺ ലീനിയാരിറ്റി. ഫോർത്ത് ടൈപ്പ് നോൺ ലീനിയാരിറ്റി ആണ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും രണ്ട് റിലേറ്റീവ് മോഷനുള്ള കോണ്ടാക്ട് ചെയ്യുന്ന സർഫസുകൾ തമ്മിൽ റിലേറ്റീവ് മോഷൻ ഉണ്ടെങ്കിൽ ആ സർഫസിനിടയിൽ ഫ്രിക്ഷൻ ഉണ്ടായിരിക്കും. ആ ഫ്രിക്ഷൻ മൂലം നോൺ ലീനിയാരിറ്റീസ് ഉണ്ടാവാം. ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് വിസ്കസ് ഫ്രിക്ഷൻ ആൻഡ് കൂളോംബ് ഫ്രിക്ഷൻ ആണ്. അപ്പോൾ 4 ടൈപ്സ് ഓഫ് നോൺ ലീനിയാരിറ്റീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് സാച്ചുറേഷൻ, ദെൻ ഡെഡ് സോൺ വിത്ത് സാച്ചുറേഷൻ, ആൻഡ് ഫോർത്ത് വൺ ഈസ് ഫ്രിക്ഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് ഓഫ് നോൺ ലീനിയർ സിസ്റ്റം ആണ്. ഇവിടെ 5 പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. ഫസ്റ്റത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വാലിഡ് അല്ല. അത് വാലിഡ് ആയിരിക്കില്ല നോൺ ലീനിയർ സിസ്റ്റത്തിന്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ they exhibit limit cycles which are self-sustained oscillations of fixed frequency and amplitude. അതിലൊരു സൈക്കിൾസ് ഉണ്ടായിരിക്കും, ആ സൈക്കിളിന് ഓസിലേഷൻസ് ഉണ്ടാവും, ആ ഓസിലേഷൻസിന് ഫിക്സഡ് ഫ്രീക്വൻസിയും ആംപ്ലിറ്റ്യൂഡും ഉണ്ടായിരിക്കും. അതായിരിക്കും നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെ ഒരു പ്രോപ്പർട്ടി. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസിൽ ജംപ് റെസ്പോൺസ് കാണും. ദ നോൺ ലീനിയർ സിസ്റ്റം മേ ഹാവ് ജംപ് റെസ്പോൺസ് ഇൻ ഫ്രീക്വൻസി റെസ്പോൺസ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിനുസോയ്ഡൽ സിഗ്നൽസ് ഇൻപുട്ടായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ടിൽ ഹാർമോണിക്സും സബ് ഹാർമോണിക്സും പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ദ ഔട്ട്പുട്ട് ഓഫ് എ നോൺ ലീനിയർ സിസ്റ്റം വിൽ ഹാവ് ഹാർമോണിക്സ് ആൻഡ് സബ് ഹാർമോണിക്സ് വെൻ എക്സൈറ്റഡ് ബൈ സിനുസോയ്ഡൽ സിഗ്നൽസ്. ഫിഫ്ത്ത് പ്രോപ്പർട്ടി, ദേ എക്സിബിറ്റ് മൾട്ടിപ്പിൾ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്സ് ആൻഡ് ഇക്വിലിബ്രിയം സോൺസ്. അപ്പോൾ ഇതാണ് നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ഔട്ട്പുട്ട് ഓഫ് എ സിസ്റ്റം വിത്ത് ഇമ്പൾസ് റെസ്പോൺസ് h of t equal to e raised to minus 3t u of t and the input signal x of t equal to u of t minus 3 minus u of t minus 5. അപ്പോൾ നമുക്കൊരു സിസ്റ്റത്തിനെ ഇങ്ങനെ സിമ്പിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതാണ് ഒരു സിസ്റ്റം. ആ സിസ്റ്റത്തിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് ആണ് h of t. അതിൻ്റെ ഇൻപുട്ട് x of t ആണ്, ഔട്ട്പുട്ട് y of t ആണ്.
അപ്പോൾ കൺവല്യൂഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ളൊരു കേസിൽ ഔട്ട്പുട്ട് ഓഫ് ദ സിസ്റ്റം ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് കൺവല്യൂഷൻ ഓഫ് ഇൻപുട്ട് ആൻഡ് ദ ഇമ്പൾസ് റെസ്പോൺസ്. ദാറ്റ് ഈസ് y of t equal to x of t convolution h of t. Then കൺവല്യൂഷൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടോ എച്ച് ഓഫ് ടി മൈനസ് ടോ ഡി ടോ. ദാറ്റ് ഈസ്, അപ്പോൾ നമുക്കിത് ഗ്രാഫിക്കൽ മെത്തേഡ് വഴി ഇതിൻ്റെ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് എക്സ് ഓഫ് ടോ എന്ന് പറയുന്നത് എന്തായിരിക്കും? യു ഓഫ് ടോ മൈനസ് 3 മൈനസ് യു ഓഫ് ടോ മൈനസ് 5 ആയിരിക്കും. എച്ച് ഓഫ് ടി മൈനസ് ടു എന്താണെന്ന് നമുക്ക് നോക്കാം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം എക്സ് ഓഫ് ടോ എന്താണെന്ന് സ്കെച്ച് ചെയ്യാം. അതിൽ ജസ്റ്റ് എളുപ്പമാണത്. യു ഓഫ് ടി മൈനസ് 3 മൈനസ് യു ഓഫ് ടി മൈനസ് 5 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3 to 5 വരെ. ഇന്നലെ പാർട്ട് എയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വന്നിരുന്നു. സിമ്പിളാണത്. യു ഓഫ് ടി മൈനസ് 3 എന്ന് പറഞ്ഞാൽ എവിടെ? ടി മൈനസ് 3 എന്ന് പറഞ്ഞാൽ അത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുണ്ടാവും. യു ഓഫ് ടി മൈനസ് 5 എന്ന് പറഞ്ഞാൽ ഇവിടെ 5 എന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ടുണ്ടാവും. അത് രണ്ടും സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ കോമൺ ഏരിയ 3 to 5 ആണ് ഉണ്ടാവുക. അതാണ് ഇങ്ങനെ ഒരു സ്ക്വയർ പീസ് കിട്ടിയത്, റെക്ടാങ്കുലർ പൾസ് പോലെ എക്സ് ഓഫ് ടോ കിട്ടി. ദെൻ എച്ച് ഓഫ് ടോ എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് 3 ടോ യു ഓഫ് ടോ ആണ്. അതൊരു എക്സ്പൊണൻഷ്യലി ഡീക്കേയിങ് ഫംഗ്ഷനാണ് വിത്ത് ആംപ്ലിറ്റ്യൂഡ് 1 0. അതായത് ടോയ്ക്ക് 1 കൊടുത്ത്, ഇത് ടോ ആണ് എക്സ് ആക്സിസ് എന്ന് പറയുന്നത്. ടോയ്ക്ക് 1 കൊടുത്താൽ ഇ റേസ് ടു 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ദെൻ എച്ച് ഓഫ് ടോ എന്ന് പറയുന്ന ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. ദെൻ വി ഹാവ് ടു ഡു എച്ച് ഓഫ് മൈനസ് ടോ. അതെന്ന് പറഞ്ഞാൽ ടൈം റിവേഴ്സലാണ്. ടൈം റിവേഴ്സൽ നടത്തുമ്പോൾ അത് നെഗറ്റീവ് ടോ ആക്സിസിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോഴും ആംപ്ലിറ്റ്യൂഡിന് ചേഞ്ച് ഒന്നുമില്ല, അത് 1 തന്നെ. ദെൻ നെക്സ്റ്റ് ഇക്വേഷനിലുള്ള ടേം എന്താണ്? എച്ച് ഓഫ് ടി മൈനസ് ടോ. അപ്പോൾ എച്ച് ഓഫ് മൈനസ് ടോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതിനെ ടൈം ഷിഫ്റ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് എച്ച് ഓഫ് ടി മൈനസ് ടോ കിട്ടും. എങ്ങനെ? എച്ച് ഓഫ് ടി മൈനസ് ടോ തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം, എച്ച് ഓഫ് മൈനസ് ടോ പ്ലസ് ടി. അതായത് ഈ സിഗ്നലിനെ ടി യൂണിറ്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. അതാണ് ലെഫ്റ്റ്. നമുക്കിത് ഇവിടെ 0 എന്നാണ് തുടങ്ങിയിരുന്നത്, അതിൻ്റെ ലെഫ്റ്റ് ഈ പോയിന്റ്. ടി എന്ന് പറയുന്ന പോയിന്റ് ഏതോ ഒരു പോയിന്റാണ്, നമുക്കറിയില്ല. ജസ്റ്റ് നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് എച്ച് ഓഫ് ടി മൈനസ് ടോ എന്ന് പറയുന്നത്. ഇനി അതിലെ ഫസ്റ്റ് കേസ് കൺസിഡർ ചെയ്യാം. നമ്മൾ കൺവല്യൂഷൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ആ ടിക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുത്തിട്ട് വൈ ഓഫ് ടി നമ്മൾ കണ്ടുപിടിക്കും. ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ടി ലെസ് ദാൻ 3 ആണ്. അതെന്തുകൊണ്ട്? ഇതാണ് രണ്ട് സിഗ്നലും വരുന്നത്. അത് നമ്മൾ ഒരൊറ്റ ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ്. 3 വരെ, ടിയുടെ വാല്യൂ 3 വരെ അതിന് കോമൺ ആയിട്ട് റീച്ച് ചെയ്യണമൊന്നുമില്ല, ഓവർലാപ്പ് ചെയ്യണമൊന്നുമില്ല. ആ സമയത്ത് ദർ ഈസ് നോ ഓവർലാപ്പിംഗ് റീജിയൻ ബിറ്റ്വീൻ എക്സ് ഓഫ് ടോ ആൻഡ് എച്ച് ഓഫ് ടി മൈനസ് ടോ. ഹെൻസ് വൈ ഓഫ് ടി ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ 3. അതായിരിക്കും കേസ് 1ൻ്റെ ആൻസർ, വൈ ഓഫ് ടി ഈക്വൽ ടു 0. ദ നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഈ ടിയുടെ വാല്യൂ, ഈ ടി നമുക്ക് ഇങ്ങനെ, അതായത് ഈ എക്സ് ഓഫ് ടോ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തിക്കൊണ്ട് അടുത്ത സിഗ്നലിനെ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ പൊസിഷൻ ഓഫ് എക്സ് ഓഫ് ടോ നമ്മളത് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ടിയുടെ വാല്യൂ നെഗറ്റീവ് ടോ ആക്സിസിലേക്ക് കൊണ്ടുപോകും തോറും അത് തമ്മിൽ ഓവർലാപ്പിംഗ് റീജിയൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ടീനെ പോസിറ്റീവിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇവിടെ 3 വരെ വന്നു, 3 വരെ നമുക്ക് 0 എന്ന് മനസ്സിലായി. ഇനി 3ക്കും 5നും ഇടയിലാണ് ടിയുടെ വാല്യൂ എങ്കിൽ എന്ത് സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ അതിൻ്റെ ഗ്രാഫാണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പോൾ ടി എന്ന് പറയുന്നത് 3ൻ്റെയും 5ൻ്റെയും ഇടയിലാണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അങ്ങനെയാകുമ്പോൾ ദർ ഈസ് സം ഓവർലാപ്പിംഗ് റീജിയൻ ബിറ്റ്വീൻ എക്സ് ഓഫ് ടോ ആൻഡ് എച്ച് ഓഫ് ടി മൈനസ് ടോ. ദെൻ അങ്ങനെയാവുന്ന കണ്ടീഷനിൽ വൈ ഓഫ് ടി എന്താണെന്ന് നോക്കാം. വൈ ഓഫ് ടി എന്താണ്? ലിമിറ്റ്, ഈ ഓവർലാപ്പിംഗ് റീജിയൻ ഉള്ളത് 3 to t ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ 3 to t എക്സ് ഓഫ് ടോ എച്ച് ഓഫ് ടി മൈനസ് ടോ ഡി ടോ. ദെൻ എക്സ് ഓഫ് ടോ എന്ന് പറഞ്ഞാൽ യു ഓഫ് ടോ മൈനസ് 3 മൈനസ് യു ഓഫ് ടോ മൈനസ് 5 ആണ്. എച്ച് ഓഫ് ടി മൈനസ് ടോ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് 3 ഓഫ് ടി മൈനസ് ടോ ഡി ടോ. ഇതിൻ്റെ വാല്യൂ 1 ആണ്. ഈ സിഗ്നൽ അങ്ങനെ തന്നെ എഴുതാം. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് ടോ വെച്ചാണ്, വിത്ത് റെസ്പെക്ട് ടു ടോ വെച്ചിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടി എന്ന് പറയുന്ന ടേം കോൺസ്റ്റൻറ്റ് ടേം ആണ്. അപ്പോൾ അതിനെ ഔട്ട്സൈഡ് എടുത്തു, ഇ റേസ് ടു മൈനസ് 3t വന്നു. ദെൻ ഇൻ്റഗ്രൽ 3 to t ഇ റേസ് ടു 3 ടോ ഡി ടോ. ഇൻ്റഗ്രൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഇൻ്റഗ്രൽ എ റേസ് ടു എ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ
ഇ റൈസ് ടു എ എക്സ് ബൈ എ ആണ്, അതായത് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്. ഹിയർ ഇ റൈസ് ടു എക്സിൻ്റെ അവിടെ 3 ടോ ആണ്. അപ്പോൾ ഇ റൈസ് ടു 3 ടോ ഡിവൈഡഡ് ബൈ 3 വിതിൻ ദ ലിമിറ്റ് 3 to t. അപ്പോൾ ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് വരും. അതിന് നമുക്ക് പുറത്തെടുത്തു. ഇ റൈസ് ടു മൈനസ് 3t ബൈ 3 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ ഇ റൈസ് ടു 3t മൈനസ് ഇ റൈസ് ടു 3 ഇൻറ്റു 3 ഇ റൈസ് ടു 9. അപ്പോൾ ഇതായിരിക്കും y ഓഫ് ടിയുടെ വാല്യൂ. ഏത് ലിമിറ്റിൽ? 3 to 5 എന്ന് പറയുന്ന ലിമിറ്റിൽ. അതാണ് കേസ് 2. ഇനി കേസ് 3 നോക്കാം. കേസ് 3 എന്ന് പറഞ്ഞാൽ ടി ഗ്രേറ്റർ ദാൻ 5 എന്ന് പറയുന്നതാണ്. ടി ഗ്രേറ്റർ ദാൻ 5. ടി ഗ്രേറ്റർ ദാൻ 5 വരുമ്പോൾ എന്ത് വരും? 3 to 5 എന്ന് പറയുന്ന റീജിയൻ മൊത്തം വരും. ദെൻ ആ സമയത്ത് y ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? ഇൻ്റഗ്രൽ 3 to 5 എക്സ് ഓഫ് ടോ എച്ച് ഓഫ് ടി മൈനസ് ടോ ഡി ടോ. എക്സ് ഓഫ് ടോ എന്ന് പറയുന്നത് 1 ആണ്. എച്ച് ഓഫ് ടി മൈനസ് ടോ ഇ റൈസ് ടു മൈനസ് 3 ഓഫ് ടി മൈനസ് ടോ ഡി ടോ. ഇനി അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് 3 ടോ സെയിം നേരത്തെ പറഞ്ഞ പോലെ ഇ റൈസ് ടു മൈനസ് 3t ഔട്ട്സൈഡ് വരും കോൺസ്റ്റൻറ്റ്. ദെൻ ഇ റൈസ് ടു 3 ടോ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇ റൈസ് ടു 3 ടോ ഡിവൈഡഡ് ബൈ 3 വിതിൻ ദ ലിമിറ്റ് 3 to 5. ഇനി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് 3t ബൈ 3 ഇൻറ്റു ഇ റൈസ് ടു 15 മൈനസ് ഇ റൈസ് ടു 9. അപ്പോൾ നമുക്ക് ടി ഗ്രേറ്റർ ദാൻ 5 എന്ന് പറയുന്ന കണ്ടീഷനിലുള്ള വാല്യൂ കിട്ടി. അപ്പോൾ ഔട്ട്പുട്ട് ഓഫ് ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 3 കേസ് നമ്മൾ പറഞ്ഞു, ആ 3 കേസും ക്ലബ് ചെയ്തിട്ട് എഴുതുക. അതായിരിക്കും ഈ സിഗ്നലിൻ്റെ ഔട്ട്പുട്ട്. തന്നിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. ഫോർ ദ സിഗ്നൽ ഷോൺ ബിലോ ഫൈൻഡ് എക്സ് ഓഫ് ടി മൈനസ് 2 ആൻഡ് എക്സ് ഓഫ് മൈനസ് 2t പ്ലസ് 3. തന്നിരിക്കുന്ന സിഗ്നൽ ഇതാണ്. എക്സ് ഓഫ് ടി അത് മൈനസ് 2 to പ്ലസ് 2 വരെ സിഗ്നൽ ഉണ്ട്. അതിന് 2, 1, -1 ഒക്കെ ആംപ്ലിറ്റ്യൂഡ് വരുന്നുണ്ട്. അപ്പോൾ നോക്കാം. ആദ്യം വരയ്ക്കേണ്ടത് എക്സ് ഓഫ് ടി മൈനസ് 2 ആണ്. അതായത് ടൈം ഷിഫ്റ്റ് ആണ്. ടൈം ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ടി മൈനസ് 2 എന്ന് പറഞ്ഞാൽ റൈറ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. എത്ര യൂണിറ്റ്? ബൈ 2 യൂണിറ്റ്. അപ്പോൾ മൈനസ് 2ലുള്ള വാല്യൂ 2 യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്യുക. -2 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ അത് 0ലേക്ക് വരും. -1 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 1ലേക്ക് വരും. 0ലുള്ള വാല്യൂ 0 പ്ലസ് 2 2, 1ലുള്ള വാല്യൂ 1 പ്ലസ് 2 3, 2ലുള്ള വാല്യൂ 2 പ്ലസ് 2 4. സിമ്പിളാണ്. അത് നോക്കി അതിൻ്റെ അനുസരിച്ച് ആംപ്ലിറ്റ്യൂഡ് നോക്കി വരയ്ക്കുക, പ്ലോട്ട് ചെയ്ത്. അത് സിമ്പിൾ പ്രോബ്ലമാണ്. ആദ്യം ആ പോയിന്റുകൾ മനസ്സിലാക്കുക, പിന്നെ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ജസ്റ്റ് പോയിൻ്റായിട്ട് ഓരോ ഡോട്ടായിട്ട് ഇട്ട് വയ്ക്കുക. അതിൻ്റെ എല്ലാം കൂടിയിട്ട് ആ തന്നിരിക്കുന്ന ഫിഗറിൻ്റെ ഷേപ്പ് അനുസരിച്ച് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സ് ഓഫ് ടി മൈനസ് 2 കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ് ഓഫ് മൈനസ് 2t പ്ലസ് 3. ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ അറിയാം ടൈം ഷിഫ്റ്റ് വരുന്നുണ്ട്, ടൈം സ്കെയിലിംഗ് വരുന്നുണ്ട്, ടൈം റിവേഴ്സിങ് വരുന്നുണ്ട്. 3 പ്രോസസ്സ് നടക്കുന്നുണ്ട്, ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. എക്സ് ഓഫ് ടി ഇതാണ് തന്നിരിക്കുന്ന സിഗ്നൽ, ഇതാണ് ആദ്യം. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു സിഗ്നൽ വന്നാൽ ആദ്യം നമ്മൾ അതിനെ ടൈം റിവേഴ്സിൽ ചെയ്യണം, എന്നിട്ടാണ് ബാക്കി ഓപ്പറേഷൻസ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സ് ഓഫ് മൈനസ് ടി എന്ന് വരും. എക്സ് ഓഫ് മൈനസ് ടി വരച്ചു. എക്സ് ഓഫ് മൈനസ് ടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മിറർ ഇമേജ് പോലെ വരും. അതായത് പ്ലസ് 1ലുള്ള വാല്യൂ -1ലേക്ക് പോവും, പ്ലസ് 2ലുള്ളത് -2ലേക്ക് പോവും. -1ലെ പ്ലസ് 1ലേക്ക് വരും, -2ലെ പ്ലസ് 2ലേക്ക് വരും. അപ്പോൾ എക്സ് ഓഫ് മൈനസ് ടി കിട്ടി. ദെൻ എക്സ് ഓഫ് മൈനസ് ടി പ്ലസ് 3, അത് ടൈം ഷിഫ്റ്റ് ആണ്. ടൈം ഷിഫ്റ്റ് ആണ്. എത്ര യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്യണം? ഇതിനെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്, ഇതിനെയല്ല. ഇനി നമ്മൾ ഈ ഫിഗർ വിട്ടു. ഇനി നമ്മൾ ഇതിനെ വെച്ചിട്ടാണ് ബാക്കിയുള്ളതെല്ലാം ചെയ്യുന്നത്. ഇതിനെ ഈ എക്സ് ഓഫ് മൈനസ് ടി എന്ന് പറയുന്ന സിഗ്നലിനെ 3 യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്യണം. പ്ലസ് 3 എന്ന് പറഞ്ഞാൽ അത് റൈറ്റിലോട്ടാണ് ഷിഫ്റ്റ് വരിക. അപ്പോൾ റൈറ്റിലേക്ക് 3 യൂണിറ്റ് ഷിഫ്റ്റ് കൊടുക്കുമ്പോൾ -2 എന്നുള്ളത് പ്ലസ് 3, -2 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 1ൽ വരും. -1 എന്ന് പറഞ്ഞാൽ പ്ലസ് 3 2, അങ്ങനെ അതങ്ങനെ 3 4 5 വരെ വന്നു. അതനുസരിച്ച് ആ
ആംപ്ലിറ്റ്യൂഡിൽ ഒരു ചേഞ്ചും വരുന്നില്ല, അതനുസരിച്ച് ആംപ്ലിറ്റ്യൂഡ് നോക്കി ചിത്രം നോക്കി വരയ്ക്കുക. അതാണ് എക്സ് ഓഫ് മൈനസ് ടി പ്ലസ് ത്രീ. പിന്നെ അടുത്തത് എന്താ, അടുത്ത ടേം മൈനസ് ടു ടി പ്ലസ് ത്രീ. ടു എന്ന് പറഞ്ഞ ടേം കൊണ്ട് സ്കെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഇത് വിട്ടു. ഇനി ഈ സിഗ്നലാണ്. ഈ സിഗ്നലിനെ നമ്മൾ ടു വെച്ച് സ്കെയിൽ ചെയ്യാം. ടു വെച്ച് ടു ടി എന്ന് പറഞ്ഞാൽ സ്കെയിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 എന്നുള്ളത് 1/2 ആവും, 2 എന്നുള്ളത് 2/2 ആവും, 3 3/2, 4 4/2, 5 5/2. അപ്പോൾ 0.5 1 1.5 2 2.5. ആംപ്ലിറ്റ്യൂഡിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല, ടൈമിനാണ് ചേഞ്ച് വരുന്നത്. ടൈമാണ് സ്കെയിൽ ചെയ്യപ്പെടുന്നത്. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് എനർജി ആൻഡ് പവർ സിഗ്നൽസ്. Determine the energy and the power of the signal x of t equal to 1 plus e raised to minus 5t u of t. ക്വസ്റ്റ്യൻ, എനർജി സിഗ്നലും പവർ സിഗ്നലും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അത് കൂടാണ്ട് ഒരു സിഗ്നൽ തന്നിട്ടുണ്ട്, അതിൻ്റെ എനർജിയും പവറും കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം എന്താണ് ഒരു എനർജി സിഗ്നൽ എന്ന് പറഞ്ഞാൽ? ഒരു എനർജി സിഗ്നലിൻ്റെ എനർജി E will be finite value and അതിൻ്റെ ആവറേജ് പവർ will be 0. Whereas power signal ആകുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ്. ഈ എനർജി will be infinite, average energy will be infinite, power will be finite. Average power will be finite, total energy will be infinite. Then എനർജിയുടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ മൈനസ് ടി ടു ടി മോഡ് എക്സ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ ഡി ടി. Whereas power P equal to limit t tends to infinity 1/2t integral minus t to t mod x of t the whole square dt. അപ്പോൾ തന്ന സിഗ്നൽ എന്താണ്? ഇതാണ് എനർജി സിഗ്നലും പവർ സിഗ്നലും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇതാണിത്. അതിൻ്റെ എക്സ്പ്രഷൻ കൊടുത്ത് ഓരോന്ന് എന്താന്ന് പറഞ്ഞു. എനർജി ഫൈനൈറ്റ് ആയിരിക്കും, പവർ 0 ആയിരിക്കും എനർജി സിഗ്നലിന്. നേരെ മറിച്ച് പവർ സിഗ്നലിന് ആവറേജ് പവർ ഫൈനൈറ്റ് ആയിരിക്കും, എനർജി ഇൻഫൈനൈറ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഈ സിഗ്നൽ എന്ന് പറഞ്ഞാൽ 1 plus e raised to, ഇത് നമുക്ക് പ്ലോട്ട് ചെയ്താൽ തന്നെ അത് എന്ത് സിഗ്നലാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, അതിൻ്റെ എനർജിയും പവറും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഇതിൽ രണ്ട് ടേം ഉണ്ട്. യു ഓഫ് ടിനെ യു ഓഫ് ടി പ്ലസ് ഇ റേസ് ടു മൈനസ് 5t യു ഓഫ് ടി എന്ന് എഴുതാം. യു ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നൽ ഇതാണ്, 0 to infinity വാല്യൂ 1. ദെൻ ഇ റേസ് ടു മൈനസ് 5t യു ടി എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യലി ഡീക്കേയിങ് ആണ്. ഇനിയോ അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ യു ഓഫ് ടിക്ക് ഒരു 1 ഉണ്ട്, ഇ റേസ് ടു മൈനസ് 5t യു ഓഫ് ടിയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ 1 + 1 രണ്ടും ആഡ് ചെയ്യുമ്പോൾ 0ൽ അതിൻ്റെ വാല്യൂ 2 ആയിട്ട് വരും. പിന്നെ അത് ഡീക്കേ ചെയ്ത് എക്സ്പൊണൻഷ്യലി ഡീക്കേ ചെയ്ത് 1ൽ അത് കോൺസ്റ്റൻറ്റ് വാല്യൂ എത്തും. കാരണം 1ൽ നമ്മുടെ യു ഓഫ് ടിയുടെ വാല്യൂ 1 അല്ലേ, അത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അതാ പറയുന്നത്. അപ്പോൾ ഈ സിഗ്നൽ എന്ന് പറഞ്ഞാൽ പീരിയോഡിക് സിഗ്നൽ അല്ല, അത് നോൺ പീരിയോഡിക് ആണ്, പക്ഷേ ഇൻഫൈനൈറ്റ് ഡ്യൂറേഷൻ ആണ്. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഫോളിങ് ഫ്രം 2 to 1 ആൻഡ് ദെൻ റിമെയിൻ കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ഇൻഫൈനൈറ്റ് ആയിരിക്കും, ആവറേജ് പവർ ഫൈനൈറ്റ് ആണ്. എനർജി ഇൻഫൈനൈറ്റും ആവറേജ് പവർ ഫൈനൈറ്റും ആയിട്ടുള്ള സിഗ്നൽ എന്ന് പറഞ്ഞാൽ അതൊരു പവർ സിഗ്നലാണ്. അങ്ങനെയാണെങ്കിൽ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ ഈസ് P ഈക്വൽ ടു ലിമിറ്റ് t ടെൻസ് ടു ഇൻഫിനിറ്റി 1/2t ഇൻ്റഗ്രൽ മൈനസ് t to t മോഡ് എക്സ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ ഡി ടി. ദെൻ ലിമിറ്റ് t ടെൻസ് ടു ഇൻഫിനിറ്റി 1/2t ഇൻ്റഗ്രൽ 0 to t. വൈ? അത് ഈ സിഗ്നല് യു ഓഫ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ്. അപ്പോൾ 0 to t അല്ലേ ഉള്ളൂ, അത് നിൽക്കുന്ന അതിന് വാല്യൂ ഉള്ളൂ. 1 plus e raised to minus 5t the whole square dt. അപ്പോൾ ഇത് a plus b the whole square എന്ന് പറയുന്ന എക്സ്പ്രഷൻ എക്സ്പാൻഡ് ചെയ്താൽ മതി. അപ്പോൾ അത് a square plus b square plus 2ab ആ ഫോമാറ്റിൽ വന്നു. അപ്പോൾ 1ൻ്റെ സ്ക്വയർ 1, ഇതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ e raised to minus 5t the whole square എന്ന് പറഞ്ഞാൽ a raised to m all raised to n, a raised to m n ആണ്. അതായത് e raised to minus 5 into 2, അപ്പോൾ e raised to minus 10t plus 2ab, 2a 1 ആണ്, b e raised to minus 5t. അപ്പോൾ 2 e raised to minus 5t dt. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ dt എന്ന് പറഞ്ഞാൽ t ആണ്. എക്സ്പൊണൻഷ്യൽ ഇൻ്റഗ്രൽ e raised to minus 10t by minus 10 plus 2 e raised to minus 5t by minus 5 within the limit 0 to t.
ഇനി ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി എന്നുള്ളത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ലിമിറ്റ് അപ്ലൈ ചെയ്തു, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ വന്നു, ടി മൈനസ് ഇ റൈസ് ടു മൈനസ് 10t, അപ്പർ ലിമിറ്റ് മാത്രം ഇവിടെ കൊടുത്തു, 2 ഇവിടെ മൈനസ് ഉണ്ട്, 2/5 ഇ റൈസ് ടു മൈനസ് 5t പ്ലസ് 1/10. മൈനസും മൈനസും പ്ലസ് ആയി, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റിലെ മൈനസ് ആണത്. ദെൻ ആ മൈനസും ഈ മൈനസും പ്ലസ് ആയി 2/5. ദെൻ ടി ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ടേമിലെ ടിയും ക്യാൻസൽ ആയി പോയിട്ട് 1/2 വരും. ബാക്കിയുള്ള ടേമിലൊക്കെ അത് 1/∞ 0 ആണ്. ഈ ടേം ഒക്കെ 0 ആയി പോകും. e raised to 2/5 e raised to 2/5 പ്ലസ് 2/5 വന്നു. അപ്പോൾ ഇതെല്ലാം ടി ടെൻസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ആയി പോകും. അപ്പോൾ ഇവിടെ 1/2, ഇവിടെ ആ ഫസ്റ്റ് ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പവർ എന്ന് പറഞ്ഞാൽ 1/2 വാട്ട്സ് ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണിത്. ഫൈൻഡ് ദ റെസ്പോൺസ് ഓഫ് എ സിസ്റ്റം വിത്ത് ആൻ ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് h of t equal to u of t for an input signal of x of t equal to e raised to minus alpha t u of t. അതായത് ഒരു സിസ്റ്റത്തിൻ്റെ ഇൻപുട്ടും ഇമ്പൾസ് റെസ്പോൺസും തന്നിട്ടുണ്ട്, ഔട്ട്പുട്ട് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സെയിം നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ y of t ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിൻ്റെയും h of tയുടെയും കൺവല്യൂഷനാണ്. അതിൻ്റെ കൺവല്യൂഷൻ്റെ ഇക്വേഷൻ എഴുതി, ഇനി ആ സിഗ്നൽ പ്ലോട്ട് ചെയ്തു. x of t എന്ന് പറയുന്നത് എത്രയാണ്? e raised to minus alpha t u of t, എക്സ്പോണൻഷ്യലി ഡീക്കേയിങ് ഫംഗ്ഷൻ. ദെൻ h of t എന്ന് പറഞ്ഞാൽ u of t ആണ്. നമുക്ക് വേണ്ടത് h of t minus t ആണ്. അപ്പോൾ അതിനെ ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് വരച്ചു, t minus t. ദെൻ y of t എന്ന് പറഞ്ഞാൽ എന്ത് വരും? അതിൻ്റെ ഇത് രണ്ടിനും കോമൺ റീജിയൻ എന്ന് പറഞ്ഞാൽ 0 to t, t എവിടം വരെ ഉണ്ടോ അവിടം വരെ, 0 to t e raised to minus alpha t, h of t minus tൻ്റെ വാല്യൂ 1 ആണ്, dt. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തു, ലിമിറ്റ് അപ്ലൈ ചെയ്തു. അപ്പോൾ e raised to minus alpha t minus 1 divided by minus alpha, ഈ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 minus e raised to minus alpha t divided by alpha വരും. ഇതാണ് റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം. ഇനി അടുത്തത്, ഡിറ്റർമൈൻ വെദർ ദ ഫോളോയിങ് സിസ്റ്റം ആർ ടൈം ഇൻവേരിയൻറ്റ് ആൻഡ് ലീനിയർ. ടൈം ഇൻവേരിയൻ്റ് ആണോ ലീനിയർ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, 3dy/dt പ്ലസ് 5t y of t ഈക്വൽ ടു x of t. ഇങ്ങനെ ടൈം വാരിയിങ് ആണെങ്കിൽ അല്ലെങ്കിൽ ടൈം ഇൻവേരിയൻ്റ് ആണെങ്കിൽ ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിലാണ് എക്സ്പ്രസ് ചെയ്തതെങ്കിൽ അതിൻ്റെ കോഎഫിഷ്യൻസ് എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ഇവിടെ കോഎഫിഷ്യൻസ് 3 കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ 5t എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് അല്ല, t ഒരു വേരിയബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ സിസ്റ്റം ടൈം വേരിയിങ് ആണ്, ബിക്കോസ് ഓൾ ദ കോഎഫിഷ്യൻസ് ആർ നോട്ട് കോൺസ്റ്റൻ്റ്. ഇനി ലീനിയാരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ സിസ്റ്റത്തിലേക്ക് x1 എന്നൊരു ഇൻപുട്ട് കൊടുത്തപ്പോൾ ഔട്ട്പുട്ട് y1 കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെ ആകുമ്പോൾ ഇക്വേഷൻ എങ്ങനെയാവും? ഇതിലെ y എല്ലാം y1 ആവും, x എല്ലാം x1 ആവും. അതാണ് ഇക്വേഷൻ നമ്പർ 1. അതേപോലെ നമ്മളൊരു x2 എന്ന് പറയുന്നൊരു ഇൻപുട്ട് കൊടുത്തു, അപ്പോൾ y2 എന്ന് പറയുന്നൊരു ഔട്ട്പുട്ട് കിട്ടി, അപ്പോൾ ഇക്വേഷൻ 2 കിട്ടും. ഇനി ഇത് ഈ 1ഉം 2ൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരും? ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാന്ന് പറഞ്ഞാൽ ax പ്ലസ് by എന്നുള്ളതാണ് ലീനിയർ കോമ്പിനേഷൻ. അതായത് ഈ ഇക്വേഷനെ a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഈ ഇക്വേഷനെ b കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആ രണ്ട് ഇക്വേഷനും പുതുതായിട്ട് വരുന്ന ആ രണ്ട് ഇക്വേഷനും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇതിനെ a കൊണ്ടൊരു മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? a ഇൻറ്റു 3dy1/dt പ്ലസ് a ഇൻറ്റു 5t y1 of t ഈക്വൽ ടു a ഈക്വൽ ടു അല്ല സോറി ആഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ ഈക്വേഷൻ വരും. നോക്കൂ, a ഇൻറ്റു 3dy1/dt പ്ലസ് a ഇൻറ്റു 5t y1 of t പ്ലസ് ഇതിനെ b ആണ്, അപ്പോൾ b ഇൻറ്റു 3dy2/dt പ്ലസ് b ഇൻറ്റു 5t y2 of t ഈക്വൽ ടു a x1 of t പ്ലസ് b x2 of t.
ഇതാണ് ലീനിയർ കോമ്പിനേഷൻ. ഇനി ഇതിൽ നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ടേംസ് ഒക്കെ ഒരുമിച്ച് എഴുതാം. y1 ഓഫ് ടിയുടെ അങ്ങനെ ആ ടേംസ് ഒരുമിച്ച് എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ ഇതിലും 3 കോമൺ ഉണ്ട്. 3 ഇട്ടു a dy1 ബൈ ഡി ടി പ്ലസ് b dy2 ബൈ ഡി ടി പ്ലസ് ഇവിടെ 5t കോമൺ ആണ് ഇവിടെയും. അപ്പോൾ 5t എടുത്താൽ a y1 ഓഫ് ടി പ്ലസ് b y2 ഓഫ് ടി is equal to a x1 ഓഫ് ടി പ്ലസ് b x2 ഓഫ് ടി. അപ്പോൾ ഈ ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും. ഇക്വേഷൻ്റെ LHSും RHSും ശ്രദ്ധിക്കുക. LHSലെ എല്ലാ ഫംഗ്ഷനും വെയ്റ്റഡ് സം ഓഫ് ഔട്ട്പുട്ട് ആണ്. ax പ്ലസ് ബി വൈ എന്നുള്ള ഫോമിലാണ്. ഇവിടെ ഒരു ബി ഉണ്ട്, ax പ്ലസ് ബി വൈ. അതുപോലെ തന്നെ RHSൽ അങ്ങനെ തന്നെ. അതായത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈഡ് ആയി. ദർഫോർ ദ സിസ്റ്റം ഈസ് ലീനിയർ. ഇത് ടൈം വാരിയിങ് ആണ്, പക്ഷേ അതേസമയം അത് ലീനിയറുമാണ്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ തന്നെ വേറെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിരിക്കുകയാണ്. അത് ടൈം വേരിയൻ്റ് ആണോ ലീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. dy ബൈ ഡി ടി പ്ലസ് 10 സൈൻ y ഓഫ് ടി ഈക്വൽ ടു 2x ഓഫ് ടി. ദെൻ ഇതിൽ ശ്രദ്ധിച്ചറിയാം കോയിഫിഷ്യൻസ് എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് ടൈം ഇൻവാരിയൻ്റ് ആണ്. ഇനി അത് ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതി നോക്കിയിട്ട് വെയ്റ്റഡ് സം ആയിട്ട് വരുന്നുണ്ടോ നോക്കാം, ലീനിയാരിറ്റി ചെക്ക് ചെയ്യാൻ. അപ്പോൾ അതുപോലെ x1ഉം y1ഉം എന്നിട്ട് ആ കണ്ടീഷനിൽ അതായത് x1 ഇൻപുട്ട് കൊടുത്താൽ y1 ഔട്ട്പുട്ട്, അപ്പോൾ ഇക്വേഷൻ 1 കിട്ടും. ഇനി x2 ഇൻപുട്ട് കൊടുത്താൽ y2 ഔട്ട്പുട്ട്, അപ്പോൾ ഇക്വേഷൻ 2 കിട്ടും. ഇനി ഇതിനെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുമ്പോൾ ഇവിടെ a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇതിനെ b കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ആ വരുന്ന പുതിയ രണ്ട് ഇക്വേഷനും ആഡ് ചെയ്തിട്ട് എഴുതിയതാണിത്. അപ്പോൾ ഇവിടെ a വന്നു കഴിഞ്ഞാൽ a dy1 ബൈ ഡി ടി പ്ലസ് a 10 സൈൻ y1 ഓഫ് ടി പ്ലസ് b dy2 ഓഫ് ടി dy ബൈ ഡി ടി ഓഫ് y2 ഓഫ് ടി പ്ലസ് b 10 സൈൻ y2 ഓഫ് ടി ഈക്വൽ ടു a 2x1 ഓഫ് ടി പ്ലസ് b 2x2 ഓഫ് ടി. ഇനി ഡെറിവേറ്റീവിൻ്റെ ടേംസ് ക്ലബ് ചെയ്യാം. അപ്പോൾ a എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ്, നമുക്ക് ഡെറിവേറ്റീവിൻ്റെ ഉള്ളിൽ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ഉള്ളിൽ എന്താ വെച്ചാൽ ഡെറിവേറ്റീവിൻ്റെ ഉള്ളിൽ വന്നാൽ അതിന് കോൺസ്റ്റന്റ് ടേം ആയ കാരണമാണ് പുറത്ത് എഴുതാറുണ്ട് നമ്മൾ. അതേപോലെ തന്നെ അപ്പോൾ അതിന് ഉള്ളിലോട്ടും കൊടുക്കാം. അപ്പോൾ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ a y1 ഓഫ് ടി പ്ലസ് b y2 ഓഫ് ടി, ഫസ്റ്റ് ഡി ബൈ ഡി ടി ഓഫ് a y1 ഓഫ് ടി പ്ലസ് b y2 ഓഫ് ടി പ്ലസ് ഇനി ഇവിടെ 10 ഔട്ട്സൈഡ് എടുക്കാം. 10 ഔട്ട്സൈഡ് എടുത്താൽ a സൈൻ y1 ഓഫ് ടി പ്ലസ് b സൈൻ y2 ഓഫ് ടി വിച്ച് ഈസ് ഈക്വൽ ടു 2 പുറത്തെടുത്താൽ a x1 ഓഫ് ടി പ്ലസ് b x2 ഓഫ് ടി. അങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ എന്ത് തന്നു, ഇത് ax പ്ലസ് ബി വൈ ഫോമാണ്. പക്ഷെ ഇവിടെ ax പ്ലസ് ബി വൈ ഫോം അല്ല, സൈൻ ഫംഗ്ഷനാണ് വന്നിരിക്കുന്നത്. അതൊരു നോട്ട് എ വെയ്റ്റഡ് സം ഓഫ് ഔട്ട്പുട്ട്. Therefore the system is non-linear. അപ്പോൾ സിസ്റ്റം ടൈം ഇൻവാരിയൻ്റ് ആണ്, പക്ഷേ നോൺ ലീനിയർ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. y ഓഫ് ടി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് y ഓഫ് ടി പ്ലസ് 10y ഓഫ് ടി ഈക്വൽ ടു 2x ഓഫ് ടി. ഇതിൽ y ഓഫ് ടി ഫസ്റ്റ് കോഎഫിഷ്യൻ്റ് തന്നെ y ഓഫ് ടി ആണ്, ടൈം വേരിയിങ് ഫംഗ്ഷനാണ്, അത് കോൺസ്റ്റന്റ് ടൈം അല്ല. അപ്പോൾ അത് ടൈം വേരിയിങ് ആണ്, ടൈം ഇൻവാരിയൻ്റ് അല്ല. ഇനി ലീനിയാരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ 1ഉം 2ഉം ഫോം ചെയ്യുക. എങ്ങനെയാണ് ഇക്വേഷൻ 1ഉം 2ഉം ഫോം ചെയ്യുക? x1 ഓഫ് ടി എന്നുള്ള ഇൻപുട്ട് കൊടുത്താൽ y1 ഓഫ് ടി ഔട്ട്പുട്ട് വരുന്നു. ആ ഒരു ഇക്വേഷൻ ഇവിടെ വന്നു. x2 ഓഫ് ടി ഇൻപുട്ട് കൊടുത്താൽ y2 ഓഫ് ടി ഔട്ട്പുട്ട് വരുന്നു. അപ്പോൾ ഇക്വേഷൻ കിട്ടി. ഇനി അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എഴുതി. എങ്ങനെ? ഇതിനെ a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 2നെ b കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, രണ്ടും ആഡ് ചെയ്തു, എന്നിട്ട് അതിനെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതി. അങ്ങനെ നേരത്തെ സെയിം തൊട്ട് മുമ്പ് പറഞ്ഞ രണ്ട് പ്രോബ്ലത്തിൽ അതേ സ്റ്റെപ്പ് ഞാൻ ഇവിടെ പറയണത് അതെടുത്ത് എഴുതിയിരിക്കുകയാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ പോയിന്റ് ശ്രദ്ധിക്കുക, ഇവിടെ ഈ y1 ഓഫ് ടി ഡി ടി ഓഫ് y1 ഓഫ് ടി എന്ന ടേമിൽ ഇത് ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റില്ല, പക്ഷെ ഇത് പറ്റും. 10 കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുത്താൽ a y1 ഓഫ് ടി പ്ലസ് b y2 ഓഫ് ടി വരും. ഇവിടെ 2 പുറത്തേക്ക് എടുത്താൽ a x1 ഓഫ് ടി പ്ലസ് b x2 ഓഫ് ടി. ഇതും ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാം, പക്ഷെ ഇത് പറ്റില്ല. നോട്ട് എ വെയ്റ്റഡ് സം ഓഫ് ഔട്ട്പുട്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്തുണ്ടായി? ഇത് നോൺ ലീനിയർ ആണ്. ഇത് ലീനിയാരിറ്റി സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ ഈ സിസ്റ്റം നോൺ ലീനിയർ ആണ്. ഇനി അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
For the signal shown below, plot x of t minus 1 and x of minus 3t plus 2. ഇതാണ് എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നൽ. ഈ സിഗ്നലിൻ്റെ എക്സ് ഓഫ് ടി മൈനസ് 1 അതെന്താ എളുപ്പമാണ്, ടൈം ഷിഫ്റ്റ് ബൈ ടു ദ റൈറ്റ് ബൈ 1 യൂണിറ്റ്. ടി മൈനസ് 1 വന്നു, 0 എന്നുള്ളത് 1 നിന്ന് സ്റ്റാർട്ട് ചെയ്തു, അതനുസരിച്ച് ബാക്കിയെല്ലാം ഒരു യൂണിറ്റ് റൈറ്റിലോട്ട് ഷിഫ്റ്റായി. അടുത്ത എക്സ് ഓഫ് മൈനസ് 3t പ്ലസ് 2. എക്സ് ഓഫ് മൈനസ് 3t പ്ലസ് 2 എന്ന് പറഞ്ഞാൽ ആദ്യം എക്സ് ഓഫ് ടീനെ പ്ലസ് 2 വരച്ചു, 2 യൂണിറ്റ് ഇങ്ങോട്ട് കൊടുത്തു, ഷിഫ്റ്റ് ചെയ്തു. എന്നിട്ട് അതിനെ ടൈം സ്കെയിലിംഗ് നടത്തി. ദെൻ അതിനെ റിവേഴ്സ് എടുത്തു, എക്സ് ഓഫ് മൈനസ് 3t പ്ലസ് 2 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എക്സ് ഓഫ് ടി പ്ലസ് 2, ഷിഫ്റ്റ് എക്സ് ഓഫ് ടി ബൈ 2 യൂണിറ്റ് ടു ദ ലെഫ്റ്റ്. ദെൻ അതിന് ടൈം സ്കെയിലിംഗ് നടത്തി എക്സ് ഓഫ് 3t എന്ന് പറഞ്ഞിട്ട്. ദെൻ അതിന് ടൈം റിവേഴ്സിങ് നടത്തി ഇങ്ങോട്ട് എക്സ് ഓഫ് മൈനസ് 3t പ്ലസ് 2 എന്ന് പറഞ്ഞു. Test whether the following signals are periodic or not. If periodic, find the fundamental period. X of t എന്ന് പറയുന്ന സിഗ്നൽ 5 sin 24 pi t പ്ലസ് 7 sin 36 pi t. അപ്പോൾ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞ സിഗ്നലിനെ x1 of t പ്ലസ് x2 of t എന്ന് എഴുതാം. x1 എന്ന് പറഞ്ഞാൽ എന്താണ്, 5 sin 24 pi t ആണ്. x2 7 sin 36 pi t. അപ്പോൾ അതിൽ നിന്ന് ഒമേഗ എന്ന് പറഞ്ഞാൽ 2π f ആണ്. അപ്പോൾ ഒമേഗേനെ എങ്ങനെ എഴുതാം, 2π/t. ദെൻ t ഈക്വൽ ടു 2π/ഒമേഗ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു, സിഗ്നൽ പീരിയോഡിക് ആണോ അല്ലയോ എന്ന് നോക്കണം. പീരിയോഡിക് ആണെങ്കിൽ ഫണ്ടമെൻ്റൽ പീരീഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ സിഗ്നലിൽ സൈൻ ഒമേഗ ടി എന്നാണ് സൈൻ്റെ സിനുസോയ്ഡൽ സിഗ്നലിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എ സൈൻ ഒമേഗ ടി. അതിൽ ഒമേഗ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒമേഗ 1 എന്ന് പറഞ്ഞാൽ 24π, ഇവിടെ ഒമേഗ 2 എന്ന് പറഞ്ഞാൽ 36π. അതിന് T1 എന്ന് പറഞ്ഞാൽ 2π/ഒമേഗ 1 എന്ന് പറഞ്ഞാൽ 2π/24π കൊടുത്താൽ 1/12 കിട്ടും. T2 എന്ന് പറഞ്ഞാൽ 2π/36π കൊടുത്താൽ 1/18 കിട്ടും. ദെൻ T1/T2 കൊടുക്കുക. T1/T2 എന്ന് പറഞ്ഞാൽ 1/12 ഡിവൈഡഡ് ബൈ 1/18, ദാറ്റ് ഈസ് 3/2. അതെന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് 2 ഇൻറ്റീജേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇതാണ് അതിൻ്റെ കണ്ടീഷൻ, എന്ത് സിഗ്നൽ പീരിയോഡിക് ആണോ എന്നുള്ളത്. ഇൻറ്റീജേഴ്സിൻ്റെ റേഷ്യോ ആയിട്ട് T1 എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പീരിയോഡിക് ആയിരിക്കും. ദ സിഗ്നൽ ഈസ് പീരിയോഡിക്. ഫണ്ടമെൻ്റൽ പീരീഡ് എന്ന് പറഞ്ഞാൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 2t1 ഈക്വൽ ടു 3 ഈക്വൽ ടു t. ദെൻ t എന്ന് പറഞ്ഞാൽ 2t1, അതെന്താ 2 ഇൻറ്റു t1 എന്ന് പറയുന്നത് 1/12, 1/6. അത് നമുക്ക് 3t2 വെച്ചാലും കിട്ടും സെയിം വാല്യൂ. 3 ഇൻറ്റു t2 1/18, 3 ഡിവൈഡഡ് ബൈ 18 1/6 സെക്കൻഡ്. അപ്പോൾ ഇതാണ് ഈ സിഗ്നലിൻ്റെ ഫണ്ടമെൻ്റൽ പീരീഡ്. അടുത്ത ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ തന്നെ, പീരിയോഡിക് ആണോ എന്ന് ചെക്ക് ചെയ്യുക, ഫണ്ടമെൻ്റൽ പീരീഡ് കണ്ടുപിടിക്കുക. എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ e⁻j⁻t മൈനസ് 2. അതായത് e⁻j എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് ജെ സൈൻ തീറ്റ ആണ്. ഇവിടെ തീറ്റയുടെ സ്ഥാനത്ത് πt മൈനസ് 2. ദെൻ എക്സ് ഓഫ് ടീനെ നമുക്ക് എങ്ങനെ എഴുതാം, കോസ് πt മൈനസ് 2 പ്ലസ് ജെ സൈൻ πt മൈനസ് 2. അതായത് x1 of t പ്ലസ് x2 of t. ദെൻ x1ൻ്റെ ഒമേഗ 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും, പൈ വരും. കോസ് ഒമേഗ ടി മൈനസ് തീറ്റയാണിത്. അപ്പോൾ ഒമേഗ പൈ വരും. ഇതും സൈൻ ഒമേഗ ടി മൈനസ് തീറ്റ അല്ല മൈനസ് 5. ആ ഒമേഗ 2 എന്ന് പറഞ്ഞാൽ പൈ വരും. അപ്പോൾ T1 എന്ന് പറഞ്ഞാൽ 2 വരും, ഇവിടെ T2 2 വരും. T1/T2 1 വന്നു. അത് തന്നെ റേഷ്യോ ഓഫ് 2 ഇൻറ്റീജേഴ്സ് ആണ്, അത് പീരിയോഡിക് ആണ്. അതിൻ്റെ ഫണ്ടമെൻ്റൽ പീരീഡ് എന്തായിരിക്കും, 1 ആയ കാരണം T1 ഈക്വൽ ടു T2 ആണ്. T ഈക്വൽ ടു T1 ഈക്വൽ ടു T2, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് 2. ഫണ്ടമെൻ്റൽ പീരീഡ് ഈസ് 2 സെക്കൻഡ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെയിം. 5 sin 24 pi t cos 36 pi t. ഇത് കോസ് സൈൻ എ കോസ് ബി ട്രിഗ്നോമെട്രി ആണ്. 2 sin a cos ബിയുടെ വാല്യൂ എന്താണ്, sin a പ്ലസ് ബി പ്ലസ് sin a മൈനസ് ബി. ഈ ഫോർമുല അറിഞ്ഞാലാണ് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ sin a cos b എന്ന് പറഞ്ഞാൽ 1/2 sin a പ്ലസ് ബി പ്ലസ് sin a മൈനസ് ബി. ദെൻ 5 sin a cos b എന്ന് പറഞ്ഞാൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക.
5/2 sin a plus b plus sin a minus b. Then a എന്ന് പറഞ്ഞാൽ 24πt വരും, b എന്ന് പറഞ്ഞാൽ 36πt. അത് ആഡ് ചെയ്ത 60πt, സബ്സ്ട്രാക്ട് ചെയ്ത എന്ത് വരും, -12πt. സൈൻ മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റയാണ്, അതുകൊണ്ട് ഈ പ്ലസ് സൈൻ മൈനസ് സൈൻ ആവും, ഇവിടെ 12 വരും. ദെൻ 5/2 കൊണ്ട് ഓരോ ടേമിലും മൾട്ടിപ്ലൈ ചെയ്താൽ ഇങ്ങനെ വരും. ദെൻ x1 മൈനസ് x2. ദെൻ ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇപ്പോൾ ഇതാ നേരത്തെ ക്വസ്റ്റ്യൻ്റെ ഫോമാറ്റിലേക്ക് എത്തി. തന്നിരിക്കുന്ന ഈ മൾട്ടിപ്ലൈ ചെയ്ത ടേം രണ്ട് എക്സ്പ്രഷനായിട്ട് മാറി. അതിൽ ω1 എന്ന് പറഞ്ഞാൽ 60π ആണ്, ω2 12π ആണ്. T1 എന്ന് പറഞ്ഞാൽ 2π/ω1, T2 ω2/2π/ω2. അപ്പോൾ T1 എന്ത് വരും, 1/30, T2 1/6 തന്നു. ദെൻ T1/T2 ചെയ്യുമ്പോൾ 1/5 വരും. അതൊരു റേഷ്യോ ഓഫ് 2 ഇൻറ്റീജേഴ്സ് ആണ്, അപ്പോൾ അത് പീരിയോഡിക് ആണ്. ദെൻ ഫണ്ടമെൻ്റൽ പീരീഡ് എന്ന് പറഞ്ഞാൽ 5T1 = T2. ദെൻ അതെന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു T1 എത്രയാണ്, 1/30. 5 ഇൻറ്റു 1/30 1/6 സെക്കൻഡ്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിലിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഇക്വേഷൻ അറിയണം. പിന്നെ ബാക്കി എല്ലാം സെയിം തന്നെ, നേരത്തെ ചെയ്തതിൻ്റെ ഇവിടം വരെ എത്തിക്കഴിഞ്ഞാൽ സെയിം തന്നെ, നേരത്തെ ചെയ്ത രണ്ട് ഇക്വേഷൻ പ്രോബ്ലം. ഇനി അടുത്തത്, determine whether the signal x of t equal to e raised to minus t u of t is an energy signal or power signal. എനർജി സിഗ്നൽ ആണോ പവർ സിഗ്നൽ ആണോ എന്ന് നോക്കാനാണ് പറയുന്നത്. എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ, ഇ റേസ് ടു മൈനസ് ടി യു ഓഫ് ടി ആണ്. ഈ സിഗ്നലിലെ നോൺ പീരിയോഡിക് ആണ്, ഫൈനൈറ്റ് ഡ്യൂറേഷൻ ആണ്, അതുകൊണ്ട് അതൊരു എനർജി സിഗ്നലാണ്. അപ്പോൾ അതായത് ഇ റേസ് ടു മൈനസ് ടി യു ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യിൽ വാല്യൂ ഇ റേസ് ടു മൈനസ് ടി ആണ്, ടി ലെസ് ദാൻ 0യിൽ 0 ആണ്. എനർജി എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് എക്സ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ ഡി ടി. ദാറ്റ് ഈസ് മോഡ് എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഈ ലിമിറ്റ് 0 ടു ഇൻഫിനിറ്റി ആയിട്ട് മാറും, ഈ പോസിറ്റീവ് റീജിയനിലേ ഉള്ളൂ. പിന്നെ ഫംഗ്ഷൻ ഇ റേസ് ടു മൈനസ് ടി ആണ്, ഇ റേസ് ടു മൈനസ് ടി ദ ഹോൾ സ്ക്വയർ ഡി ടി, അതായത് ഇ റേസ് ടു മൈനസ് 2t. അത് മനസ്സിലായില്ലേ, എ റേസ് ടു എം ഓൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം ഇൻറ്റു എൻ ആണ്, എ റേസ് ടു എം ഓൾ റേസ് ടു എൻ, അതാണ് ഇ റേസ് ടു മൈനസ് 2t വന്നത്. ഇനി അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ 1/2 വരും. അതെങ്ങനെയാണ്, ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആണ്, മൈനസ് മൈനസ് പ്ലസ് വന്നു, ഇ റേസ് ടു 0 1/2. അതിലെ എനർജി ഫൈനൈറ്റ് വാല്യൂ ആണ്, അൺനോൺ 0 ആണ്. അതിൻ്റെ ഗിവൺ സിഗ്നൽ എനർജി സിഗ്നലാണ് വിത്ത് എനർജി 1/2. ഓക്കെ, ഇനി അടുത്തത് കൺവല്യൂഷൻ കണ്ടുപിടിക്കാനാണ്. അതിൽ സിസ്റ്റം എന്നൊന്നും പറഞ്ഞിട്ടില്ല, രണ്ട് എക്സ് ഓഫ് ടി എച്ച് ഓഫ് ടി തന്നിട്ടുണ്ട്, സിഗ്നൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് കൺവല്യൂഷൻ കാണാം. കൺവല്യൂഷൻ ഇക്വേഷൻ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടോ എച്ച് ഓഫ് ടി മൈനസ് ടോ ഡി ടോ. എക്സ് ഓഫ് ടി തന്നിരിക്കുന്നത് ഇതാണ്, അത് അപ്ലൈ ചെയ്ത് അത് അവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എച്ച് ഓഫ് ടി ഇതാണ്, അതിനെ എച്ച് ഓഫ് ടി മൈനസ് ടോ ആക്കിയിട്ട് റീപ്ലേസ് ചെയ്തിട്ട് എഴുതണം. അതായത് ടി എന്നുള്ളിടത്ത് ടി മൈനസ് ടോ വരും, ഇ റേസ് ടു മൈനസ് 3 ടി മൈനസ് ടോ ഇൻറ്റു യു ഓഫ് ടി എന്നുള്ളത് യു ഓഫ് ടി മൈനസ് ടോ ഡി ടോ. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ ഒരു യു ഓഫ് ടോ ഉണ്ട്, ഇവിടെ ഒരു യു ഓഫ് ടി മൈനസ് ടോ ഉണ്ട്. യു ഓഫ് ടോ എന്ന് പറയുന്നത് 1ൽ നിന്ന് അങ്ങോട്ട്, യു ഓഫ് ടി മൈനസ് ടോ ഇങ്ങോട്ടാണ്, ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകുന്നത്, ടി തൊട്ടിട്ട് ഇങ്ങോട്ട്. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് എവിടെയാണ്, 0 ടു ടിയിലാണ് രണ്ട് സിഗ്നലും കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നുള്ളത് 0 ടു ടി ആയിട്ട് മാറും. എന്നിട്ട് ഈ ഇക്വേഷനൊക്കെ അതുപോലെ എഴുതി, യു ഓഫ് ടോൻ്റെ വാല്യൂസൊക്കെ 1 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വന്നു. ദെൻ ഇ റേസ് ടു മൈനസ് ടോ ഇ റേസ് ടു മൈനസ് 3 ഇൻറ്റു ടി മൈനസ് ടോ ഡി ടോ. ഇ റേസ് ടു മൈനസ് 3t കോൺസ്റ്റൻറ്റ് ടേമാണ് ഔട്ട്സൈഡ്. ദെൻ ഇ റേസ് ടു മൈനസ് ടോയും ഇ റേസ് ടു 3 തമ്മിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, ഇ റേസ് ടു 2 എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം പ്ലസ് എൻ ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. എന്നിട്ട് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇ റേസ് ടു മൈനസ് 3t ഇൻറ്റു ഇ റേസ് ടു 2t മൈനസ് 1/2. ഇത് അറിയാലോ, അപ്പർ ലിമിറ്റ് ടി കൊടുത്ത ഇ റേസ് ടു 2t, ലോവർ ലിമിറ്റ് കൊടുത്ത് ഇ റേസ് ടു 0 1/2. ഇനി ഇ റേസ് ടു മൈനസ് 3t കൊണ്ട് വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിനിങ്ങനെയും എഴുതാം. ഇതാണ് കൺവല്യൂഷൻ്റെ ആൻസർ.
ഇനി അടുത്തത് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എ ലീനിയർ ആൻഡ് നോൺ ലീനിയർ സിസ്റ്റംസ്. ലീനിയറും നോൺ ലീനിയർ സിസ്റ്റം എന്താണെന്ന് എക്സാമ്പിൾ വഴി കാണിക്കാനാണ് പറയുന്നത്. എന്താണ് ഒരു ലീനിയർ സിസ്റ്റം? ലീനിയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിളും പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റിയും ഒബേ ചെയ്യും. അത് ഒബേ ചെയ്യുന്നില്ലെങ്കിൽ ഡസ് നോട്ട് ഒബേ ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ ആൻഡ് ഹോമോജിനിറ്റി, ഇറ്റ് ഈസ് കോൾഡ് എ നോൺ ലീനിയർ സിസ്റ്റം. നമുക്കത് നോക്കാം. നമ്മൾ കുറേ പ്രോബ്ലം ഇതിൻ്റെ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ x1 കൊടുത്തു, അപ്പോൾ ഔട്ട്പുട്ട് y1. x2 ഇൻപുട്ട് കൊടുത്താൽ ഔട്ട്പുട്ട് y2. ദെൻ ഹോമോജിനിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സിസ്റ്റത്തിനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഔട്ട്പുട്ടിലും ആ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ വരണം. അങ്ങനെ വരികയാണെങ്കിൽ അത് ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ ഒബേ ചെയ്യുന്നില്ല. അതുപോലെ വേറൊരു സിസ്റ്റം എടുത്തു, വേറൊരു ഇൻപുട്ട് കൊടുത്തു, വേറൊരു ഔട്ട്പുട്ട് കിട്ടി. അതിനെ b കൊണ്ട് വേറൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ അതേ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ഔട്ട്പുട്ടും കിട്ടി. അപ്പോൾ ഈ സിസ്റ്റം ഹോമോജിനിയസ് ആണെന്ന് നമുക്ക് പറയാം. ഇനി അത് സൂപ്പർ പൊസിഷൻ ആണെങ്കിൽ എന്താ ചെയ്യുക? ഈ രണ്ടും കൂടി ആഡ് ചെയ്താലേ അതിൽ വരും. നോക്കാം, ഈ രണ്ടും ax1 പ്ലസ് bx2 എന്ന് പറഞ്ഞിട്ട് രണ്ടും ആഡ് ചെയ്തിട്ട് ഒരു സിസ്റ്റത്തേക്ക് കൊടുത്താൽ അതിൻ്റെ ഔട്ട്പുട്ടും അതേപോലെ തന്നെ വരണം. ഇത് ay1 പ്ലസ് by2. ഇതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. അതായത് സിസ്റ്റം ഈസ് സെഡ് ടു ബി ലീനിയർ ഇഫ് ദ ഔട്ട്പുട്ട് ഡ്യൂ ടു ദ വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട് ഈസ് ഈക്വൽ ടു ദ വെയ്റ്റഡ് സം ഓഫ് ഔട്ട്പുട്ട്. അതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് ലീനിയർ സിസ്റ്റം എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് 2x² എന്ന് പറയുന്നത്. അപ്പോൾ y1 എന്ന് പറഞ്ഞാൽ 2x1² y2 എന്ന് പറഞ്ഞാൽ 2x2². ay1 പ്ലസ് by2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇതിനെ ലീനിയർ കോമ്പിനേഷൻ. ആദ്യം 1നെ a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇതിനെ b കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, രണ്ടും ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ 2 × a 2 പുറത്തെടുക്കാം, 2 ഔട്ട് സൈഡ് എടുക്കുക, ax1² പ്ലസ് bx2² വരും. ഇനി y3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറൊരു ഔട്ട്പുട്ട് വരികയാണ്. എങ്ങനെയാണ്? വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട് കൊടുത്താൽ എന്ത് വരും ഔട്ട്പുട്ടിൽ നിന്ന്? ഇത് വെയ്റ്റഡ് സം ഓഫ് ഔട്ട്പുട്ടിൻ്റെ റിസൾട്ടാണ്. ഇത് വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട്. ഇങ്ങനൊരു ഇൻപുട്ട് കൊടുത്താൽ ഔട്ട്പുട്ട് എന്ത് കിട്ടും? അങ്ങനെ ഈ y3യും ഈ ഇക്വേഷൻ 3യും ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ അത് ലീനിയർ ആവുന്നതാണ് പറഞ്ഞത്. പക്ഷെ എന്തുണ്ടായി? ഇവിടെ ഇങ്ങനെ ഒരു ഇക്വേഷൻ കൊടുത്താൽ y3 എന്ന് പറഞ്ഞാൽ എന്താ? 2x² എന്നാണ്. അതായത് ഇവിടെ x ഇതാണ്, ഇതിൻ്റെ സ്ക്വയറാണ് y3 ആയിട്ട് വരിക. പക്ഷേ 3യും 4ഉം ഈക്വൽ അല്ല, അതുകൊണ്ട് ആ സിസ്റ്റം നോൺ ലീനിയർ ആണ്. ലീനിയർ സിസ്റ്റത്തിന് ഒരു എക്സാമ്പിൾ നോക്കാം. y എന്ന് പറഞ്ഞാൽ x(t²) എന്നാണ് സിസ്റ്റം കൺസിഡർ ചെയ്യുക. അതിൽ y1ഉം y2ഉം എഴുതി, അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻസ് എഴുതി നോക്കി. എന്നിട്ട് ഔട്ട്പുട്ട് ഡ്യൂ ടു വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട്, അതായത് y3 എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോം ഓഫ് ax(t²) വരും. അതെന്താ വരിക? ഇവിടെ വരും ax1(t² പ്ലസ് bx2(t²). അതിൽ y3 ഈക്വൽ ടു ഇതാണ് ay1 പ്ലസ് by2. ഇത് രണ്ടും സെയിം ആണ്. ഹെൻസ് ദ സിസ്റ്റം ഈസ് ലീനിയർ. മനസ്സിലായില്ലേ ഈ ക്വസ്റ്റ്യൻ? y3 എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ax(t²) ആണ്. അതായത് ax(t² പ്ലസ് bx1(t). x എന്നുള്ളത് ഇവിടെ x1(t² പ്ലസ് bx2(t²). അപ്പോൾ ഇക്വേഷൻസ് ദ സിസ്റ്റം ഈസ് ലീനിയർ. ഇനി അടുത്തത് ടൈം ഇൻവാരിയൻറ്റ് ആൻഡ് ടൈം വാരിയിങ് സിസ്റ്റം. A system is said to be time invariant or shift invariant if its input-output characteristics do not change with time. അതായത് ടൈം ചേഞ്ചിനനുസരിച്ചിട്ട് ഇൻപുട്ട്-ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ മാറ്റമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം ടൈം ഇൻവാരിയൻ്റ് ആണ്. അതായത് ഒരു ടൈം ഷിഫ്റ്റ് ഇൻപുട്ടിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ടൈം ഷിഫ്റ്റ് ഔട്ട്പുട്ടിലും ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ അത് ടൈം ഇൻവാരിയൻ്റ് ആണ്. ഇപ്പോൾ ഇതാണ് ടൈം ഇൻവാരിയൻറ്റ് സിസ്റ്റം. അതിനൊരു ഇൻപുട്ട് കൊടുത്തു, ഇങ്ങനെ ഒരു സിഗ്നൽ കൊടുത്തു ഇൻപുട്ട്. അപ്പോൾ നമുക്ക് y എന്ന് പറയുന്ന ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടി. ഇനി നമുക്ക് ഈ സിഗ്നലിനെ ഒരു t യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് ഇൻപുട്ടായിട്ട് കൊടുത്തത്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിലും ആ t യൂണിറ്റ് ഷിഫ്റ്റ് കാണുകയാണെങ്കിൽ ഈ സിസ്റ്റത്തിനെ ടൈം ഇൻവാരിയൻറ്റ് സിസ്റ്റം എന്ന് പറയാം. അതാണ് ടൈം ഇൻവാരിയൻറ്റ് സിസ്റ്റം. ഇനി എ സിസ്റ്റം ഡു നോട്ട് സാറ്റിസ്ഫൈ ദ എബവ് റിക്വയർമെൻറ്റ്, ഇറ്റ് ഈസ് കോൾഡ് ടൈം വാരിയിങ് സിസ്റ്റം. നേരത്തെ പറഞ്ഞ
ക്യാരക്ടറിസ്റ്റിക്സ് ഒബേ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ അത് ടൈം വേരിയിങ് ആണ്. അതായത് ചേഞ്ച് ചെയ്യുന്നുണ്ട്, ടൈം ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടല്ല അതിൽ ടൈം ഷിഫ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ അത് ടൈം വേരിയിങ് സിസ്റ്റമാണ്. ഇനിയിപ്പോൾ the system is said to be time invariant if y of t, t equal to y of t minus t. അതിനെ വേറൊരു രൂപത്തിൽ എഴുതിയതാണ്. y of t, t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി മൈനസ് ടി. അതായത് ഇൻപുട്ടിൽ ടി യൂണിറ്റ് ഷിഫ്റ്റ് കൊടുത്തപ്പോൾ കിട്ടിയ ഔട്ട്പുട്ടാണ് y of t, t. ഇനി ഔട്ട്പുട്ടിൽ ടിക്ക് ഒരു ഷിഫ്റ്റ് കൊടുത്താൽ കിട്ടുന്ന ഔട്ട്പുട്ട് ടി എന്നാണ് y of t മൈനസ് ടി എന്ന് പറഞ്ഞാൽ ടിക്ക് ടി മൈനസ് ടി കൊടുത്താൽ കിട്ടുന്ന ഔട്ട്പുട്ട്. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ടൈം ഇൻവേരിയൻ്റ് ആണ്. അതാണ് ടൈം വാരിയിങ് സിസ്റ്റം, ടൈം ഇൻവാരിയൻറ്റ് സിസ്റ്റം. അതിനൊരു എക്സാമ്പിളാണ് y of t equal to t square x of t. y of t, t എന്ന് പറഞ്ഞാൽ എന്താ, അതായത് എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഇൻപുട്ട് ടി യൂണിറ്റ് ഡിലേ ചെയ്തിട്ട് കൊടുത്തപ്പോൾ കിട്ടിയത് ടി സ്ക്വയർ എക്സ് ഓഫ് ടി മൈനസ് ടി. ദെൻ y of t മൈനസ് ടി എന്ന് പറഞ്ഞാലോ, നമ്മുടെ ഇൻപുട്ടിലെ ടിക്ക് ടിക്ക് ടി മൈനസ് ടി എന്ന് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ഇതെന്ത് വരും, ടി സ്ക്വയർ ടി മൈനസ് ടി ഹോൾ സ്ക്വയർ വരും, ഈ ടി മൈനസ് ടി വരും. ഇത് രണ്ടും ഈക്വൽ ആണോ, അല്ലല്ലോ. Therefore the system is time variant. ഇനി അടുത്തത് സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ സിസ്റ്റം. A system is said to be stable if it satisfies Bibo criteria. What is Bibo criteria? Bounded input, bounded output. A bounded signal എന്ന് പറഞ്ഞാൽ whose magnitude is a finite value. The Bibo stability criteria states that if the input given to the system is bounded, that is x of t യുടെ വാല്യൂ ബൗണ്ടഡ് ആണ്, സീറോനും എം എക്സ് എന്ന് പറയുന്നത് വാല്യൂൻ്റെ ഇടയിലാണെങ്കിൽ ഔട്ട്പുട്ട് ആ സിസ്റ്റം വിൽ ബി സ്റ്റേബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഔട്ട്പുട്ട് ഈസ് ഓൾസോ ബൗണ്ടഡ്. ഔട്ട്പുട്ടിൻ്റെ വാല്യൂം സീറോനും എം വൈ എന്ന് പറയുന്ന രണ്ട് പോയിന്റിന് ഇടയിലായിരിക്കണം, ബൗണ്ടഡ് ആയിരിക്കണം. അതായത് ഒരു കൊടുക്കുന്ന ഇൻപുട്ട് ബൗണ്ടഡ് ആണ്, അതേപോലെ ഔട്ട്പുട്ടും ബൗണ്ടഡ് ആണെങ്കിൽ ആ സിസ്റ്റം സ്റ്റേബിൾ ആയിരിക്കും. ബൗണ്ടഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, അതിനൊരു ഫൈനൈറ്റ് വാല്യൂ ഉണ്ടാവണം, ഫൈനൈറ്റ് മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവണം. അതാണ് സ്റ്റേബിൾ ആണ് എന്നുള്ളതിൽ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. കൺസിഡർ എ സിസ്റ്റം y of t equal to e raised to x of t. x of t യുടെ വാല്യൂ മോഡുലസ് ഓഫ് x of t ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. Here input is bounded mod x of t less than or equal to 8. Therefore for stability the output must be bounded. Output y of t എന്ന് പറഞ്ഞാൽ എവിടെ വരും, e raised to -8. കാരണം e raised to x of t അല്ലേ, x of t യുടെ വാല്യൂ മോഡുലസ് വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 ആണ്. അതുകൊണ്ട് e raised to -8 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y of t ലെസ് ദാൻ ഓർ ഈക്വൽ ടു e raised to 8. Hence y of t is also bounded. Therefore the system is stable. ഇതൊരു സ്റ്റേബിൾ സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. കാരണം ഇൻപുട്ടും ബൗണ്ടഡ് ആണ്, ഇൻപുട്ട് ബൗണ്ടഡ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഔട്ട്പുട്ട് അതനുസരിച്ച് ബൗണ്ടഡ് ആണ്, കാരണം അതിൻ്റെ എക്സ്പ്രഷൻ e raised to x of t ആയ കാരണം. Therefore the system is stable. അപ്പോൾ നമ്മൾ പാർട്ട് ബി, മൊഡ്യൂൾ 1ൻ്റെ പാർട്ട് ബി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്, 3 ക്വസ്റ്റ്യൻ പേപ്പർ. താങ്ക് യു.